യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരിഃ ഹരിഃ ഹരിഃ. ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തപോനുഷ്ഠാനം പതിവ് പോലെ ചെയ്യണം. ഓങ്കാരം ജപിക്കുക. അതിൻ്റെ വിശേഷത്തെപ്പറ്റി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓങ്കാരജപം നമ്മുടെ ഹൃദയത്തിന് വളരെ വിശേഷപ്പെട്ടതാണ്. അതിൻ്റെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നതാണ്. മസ്തിഷ്കത്തിനും ബുദ്ധിയുടെ പ്രവർത്തനത്തിലും എത്ര കണ്ട് സ്വാധീനിക്കണമെന്ന് പറയാൻ പറ്റില്ല, അളന്നെടുക്കാൻ പറ്റാത്തതാണ്. ആ ഒരു തപസ് നമുക്ക് എല്ലാവർക്കും കൂടി അനുഷ്ഠിക്കുക. ഈ സഭാനികേതനിൽ ഇന്ന് 21ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 8ാം ദിവസമാണ്. ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വേണ്ടതുപോലെ സഫലമാകണമെങ്കിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തവും വേണം. ആ പങ്കാളിത്തത്തിന് പുറമേ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കണം. അതെല്ലാം തന്നെ നമ്മുടെ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. സമാജത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ, സമാജം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. വ്യക്തിയാണ് ഈ സമാജമാവുന്നത്. വ്യക്തികളുടെ സംഖ്യ കൂടുമ്പോൾ അത് സമാജം ആയിത്തീരുന്നു. മനസ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതാണ്. അതിന് കൂട്ടായ മനസ്സ് എന്നൊരു മനസ്സില്ല. എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയുള്ളൊരു ചിന്താഗതി വന്നാൽ അതിന് കൂട്ടചിന്ത എന്ന് പറയാം എന്നേ ഉള്ളൂ. അപ്പോൾ സമാജം നന്നാവണം എന്നുണ്ടെങ്കിൽ വ്യക്തികൾ നന്നാവണം. വ്യക്തികൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ശരീരം നന്നാവണത്, ആരോഗ്യം അത് വേണം. അതിനേക്കാൾ മുഖ്യം നമുക്ക് മനസ്സും ബുദ്ധിയും അഹങ്കാരവും. ആ മനസ്സും ബുദ്ധിയുമാണ് നന്നാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടതുപോലെ കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ച് തക്ക ആവേശവും ഉത്സാഹവും പ്രേരണയും ഒക്കെ കൊടുത്താലേ ശരിയാവുള്ളൂ. അതിനിതാ ഇങ്ങനെയുള്ള ഉദ്ബോധന മാധ്യമങ്ങളാണ് ആവശ്യം. അതിവിടെ നല്ലപോലെ നടക്കണം. അതിനെല്ലാം ഒരു തപസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാവുന്നതാണ് ഈ ഓങ്കാര ജപം. കുട്ടികൾ ഇന്നലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയുണ്ടായി. വളരെ നന്നായി. കുട്ടികളങ്ങനെ ജപിക്കണ കാണുമ്പോൾ മുതിർന്നവർക്ക് എല്ലാവർക്കും തോന്നണം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും ഇതേപോലെ ജപിപ്പിക്കണം എന്നൊരു തോന്നൽ. എന്താ? സഹസ്രനാമം, ഓരോ നാമത്തിലും ഒരു 3 അക്ഷരം 4 അക്ഷരം കൂടിയ എത്രയായി? 4000 അക്ഷരങ്ങളായി, 1000 പദങ്ങളായി. ആ 1000 പദങ്ങളിലുള്ള അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും
പല വിധത്തിൽ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം എല്ലാ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലത്തെ ഓരോ പദവും നമ്മുടെ മനസ്സിൽ ഇറങ്ങിച്ചെന്ന് പ്രവേശിച്ച് അതിൽ പരിവർത്തനം, പവിത്രത, പരിഷ്കാരം, ഉദാത്തതയെല്ലാം വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കുട്ടികളെ കൊണ്ട് പറയുക, പഠിപ്പിക്കുക, നിങ്ങൾ മുതിർന്നവരും ചൊല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. അതിൽ പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളൊക്കെ ഓരോ മുറിയിൽ എഴുതി തൂക്കുക. അവിടെ കിടക്കട്ടെ. ബെഡ്റൂമിൽ പ്രത്യേകിച്ചും വേണം. അത് കാണട്ടെ, വായിക്കൂ, അത് മനസ്സിൽ വരട്ടെ. എല്ലാം കൂടി ഞാൻ കണ്ടിട്ടുള്ളത് ബോംബെയിലെ ഒരു വീട്ടിലാണ്. നല്ല നല്ല ശ്ലോകങ്ങൾ നമ്മളിവിടെ ചൊല്ലുന്നതൊക്കെയാണ്. അവിടെ ഓരോ മുറിയിലും മനുഷ്യർ കൂടിച്ചേരുന്ന മുറിയിലുമെല്ലാം പ്രത്യേകിച്ചും കെട്ടിവെച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വിരോധം? എന്താ വിരോധം? അത് കാണുമ്പോൾ മനസ്സിൽ പതിയുമല്ലോ. പെറ്റു വീണ കുട്ടിയെ കേൾപ്പിക്കുന്ന സ്വരങ്ങളടക്കം എന്തെല്ലാം ഉണ്ടോ, പാട്ടാണെങ്കിൽ പാട്ട്, കൂത്താണെങ്കിൽ കൂത്ത്, അതൊക്കെ ഇങ്ങനെ മനസ്സും ബുദ്ധിയും നന്നായി വികസിക്കാൻ പറ്റിയ തരത്തിലുള്ള ദൃശ്യശ്രവ്യങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് മുതൽക്ക് ചെറുപ്പകാലം മുതൽക്ക് കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൂട്ട തപസ് ചെയ്യാം. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാത്ത തരം നിവർന്നിരിക്കണം. വേദനിപ്പിക്കേണ്ട സ്വയം. നിവർന്നിരിക്കൂ. പിന്നെ കണ്ണടയ്ക്കുക. മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നമ്മുടെ കൂട്ടജപം ഭൂമിയിൽ മുഴുവനും വ്യാപിച്ച് എല്ലാ ജീവജാലങ്ങളിലും അതിൻ്റെ അനുഗ്രഹവർഷം ചൊരിയണം എന്നൊരു സങ്കല്പവും ഉണ്ടാവണം. എന്നിട്ട് മനസ്സ് വികസിക്കട്ടെ. ഇതാ ഓ യൂട്യൂബിൽ ഞാൻ ചൊല്ലിക്കാറുള്ളതാണ് ശ്രീമദ് ഭാഗവത തത്വം ഓൺലൈനിലെ. ഇതാ ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ഒപ്പം ചൊല്ലൂ. അതിന് മുമ്പ് തുടങ്ങരുത്. പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ
തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം ജ്ഞാനവിരാഗഭക്തിസഹിതം തത്ര തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം ആവിഷ്കൃതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ തച്ഛൃണ്വൻ വിപഠൻ വിപഠൻ വിചാരണപരോ വിചാരണപരോ ഭക്ത്യാ ഭക്ത്യാ വിമുച്യേന്നരഃ വിമുച്യേന്നരഃ തച്ഛൃണ്വൻ തച്ഛൃണ്വൻ വിപഠൻ വിപഠൻ വിചാരണപരോ വിചാരണപരോ ഭക്ത്യാ ഭക്ത്യാ വിമുച്യേന്നരഃ വിമുച്യേന്നരഃ. നന്നായി നന്നായി. എല്ലാവരും ചൊല്ലിയോ? ചൊല്ലിയവരൊന്ന് കൈ പൊന്തിക്കാൻ. ആ കുറേ ഉണ്ടല്ലോ. ഔ, ഭൂമാനന്ദ സ്വാമിജിക്ക് എന്താണ് സന്തോഷവും തൃപ്തിയും അറിയോ? നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല കുട്ടികളെ ചൊല്ലി. എൻ്റെ ഇതെവിടെയാ? നോക്കൂ, ശ്രീമദ് ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധം മധ്യമസ്കന്ധമാണ്. അതാണ് ഏറ്റവും മധുരമായിട്ടുള്ളതും അങ്ങേയറ്റം മൂല്യപ്രദവും മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും. അവർക്ക് ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാം കൂടിയിട്ടുള്ള സന്ദേശം എന്തോ ആ സന്ദേശം പൂർണ്ണമായി സംക്ഷിപ്തമായി വിശദമായി വിവരിക്കുന്നതുമാണ്. ആ ഒരു സ്കന്ധമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ അവസാന ഭാഗം ധർമ്മോപദേശമുണ്ട്. ആ ധർമ്മോപദേശത്തിൽ ഞാൻ പറയുണ്ടായി വിശേഷം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ 2 ഉപദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പൊടുന്നനെ ഉണ്ടായതാണ്. കുരുക്ഷേത്ര രണഭൂമിയിൽ അർജുനൻ 13 കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷം വന്നു. എന്നിട്ടും സ്വജനങ്ങളെയും മുത്തശ്ശനെയും ആചാര്യനെയും നോക്കിയപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശരീരം വിറച്ചു, എല്ലാം തകരാറായി. ആ സമയത്ത് അർജുനനെ വേണ്ടത്ര സമാധാനിപ്പിച്ച് ആശയത്തെളിച്ചമുണ്ടാക്കി കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിക്കാൻ പെട്ടെന്ന് കൊടുത്ത ഉപദേശമാണ്. അതൊരു കർമ്മശാസ്ത്രമാണ്. പിന്നെ ദ്വാരകയിലിരുന്ന് ഉദ്ധവന് കൊടുത്തു, കൃഷ്ണ, അങ്ങയുടെ കാലടിയിൽ നിന്നും അരനിമിഷം എനിക്ക് വേറിട്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ആര്? ഉദ്ധവൻ. കൃഷ്ണൻ എന്ത് പറഞ്ഞാലും അത് നേരിട്ട് വേണ്ടതുപോലെ പരിഹരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണല്ലോ. കൃഷ്ണൻ മനസ്സാ ഒന്ന് ചിരിച്ചു, ഉദ്ധവനോട് പറഞ്ഞു, ആഹാ അങ്ങനെയാ, ഒരാൾ പോകുമ്പോൾ ഇനി ഒരാളെ കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെയാണ് അത് നടക്കുക? ഇരട്ട പ്രസവിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. 2 ആൾ കൂടി വല്ല ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നതല്ലാതെ ഒരാൾ പോകുമ്പോൾ ഞാൻ പോവായി ഡോ വരിക കൂട്ടുക കൊണ്ടുപോവുക, ഇത് സാധിക്കാറില്ല. അപ്പം കൃഷ്ണൻ എന്ത് ചെയ്തു? ഉദ്ധവൻ്റെ വിഷമം, ഞാൻ പോയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നല്ലേ. ഒരു കാര്യം ചെയ്യൂ, ഞാനുള്ളപ്പോൾ തന്നെ ഉദ്ധവനെ പോയി കളയൂ, അപ്പം പിന്നെ വിഷമം എൻ്റെ ആവണമല്ലോ. അത് പറഞ്ഞപ്പോൾ വല്ലാതെ ഈ പാവം. കൃഷ്ണൻ പറഞ്ഞതൊക്കെ അതേപടി അനുസരിക്കും. ഇതനുസരിക്കാൻ പറ്റുന്നില്ല, വിട്ടു പോകണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി തക്ക ഉപദേശം തന്നു. എൻ്റെ മനസ്സിലുള്ള മോഹങ്ങളും സംശയങ്ങളും ഭ്രമങ്ങളും എല്ലാം മാറി അങ്ങ് പറഞ്ഞത് അതേപടി അനുസരിക്കാൻ തക്ക ഒരു ശക്തിയും പ്രബുദ്ധതയും എനിക്ക് ഉണ്ടാവണം. അതിന് പറ്റിയ തരത്തിൽ എൻ്റെ ഉള്ളിൽ കിടന്ന് എൻ്റെ അഹങ്കാരവും മമതയും മോഹവും ഒക്കെ മാറ്റിക്കളയാൻ പറ്റിയ തരത്തിലുള്ള ഉപദേശം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത ഉപദേശമാണ്.
ഇത് രണ്ടും ആയപ്പോൾ മനുഷ്യന് വേണ്ടതൊക്കെയായി. ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എല്ലാ കർമ്മങ്ങളും എങ്ങനെ സ്ഥിരബുദ്ധിയോടുകൂടി മനഃപ്രസന്നതയോടുകൂടി ചെയ്യണം എന്നതാണ് അർജുനന് ഉപദേശിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പോവാൻ കാലത്ത് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് അതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി ഒന്നും ബാക്കിയില്ല. ഇതാണ് അവിടെയുള്ള ഉപദേശം. എന്നാൽ സാധാരണക്കാർക്ക് ജീവിതത്തിൽ എന്തെല്ലാമാണ് ജീവിതവൃത്തി എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ആദ്യം മുതൽക്ക് കുട്ടികൾ എങ്ങനെ ഇരിക്കണം, ബ്രഹ്മചാരികൾ എങ്ങനെ, കല്യാണം കഴിച്ചവരെങ്ങനെ, അതിൽ നിന്ന് പെൻഷൻ പറ്റിയവരെങ്ങനെ, അവസാനം സന്യാസവൃത്തി അനുഷ്ഠിക്കുന്നവരെങ്ങനെ, എങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയി ഒരു പൂർണ്ണ ജീവിതം നയിക്കുക എന്നുള്ള ഉപദേശം വളരെ ഭംഗിയായി പറയുന്നുണ്ട് ഈ 7-ാം സ്കന്ധത്തിൽ അവസാന ഭാഗം. അങ്ങനെ ഈ 7-ാം സ്കന്ധം എല്ലാം കൊണ്ടും സമഗ്രമാണ്. അതൊന്ന് വേണ്ടതുപോലെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തവണ ഞാൻ സംസാരിക്കുന്ന ദിവസം കുറഞ്ഞു പോയല്ലോ. അപ്പോൾ ഉദ്ദേശമായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് സമയമെടുത്ത് സംസാരിക്കാനായിട്ട് പറഞ്ഞു സംഘാടകർ. അപ്പോൾ ഞാൻ അതിന് തയ്യാറായിട്ട് വന്നിരിക്കുക. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ മരിച്ചതോടുകൂടി മഹാവിഷ്ണുവിനോട് അത്യധികം ക്രോധമായി, എതിർപ്പായി, വെറുപ്പായി, ശത്രുതയായി. എല്ലാവരെയും വിളിച്ച്, ഭൃത്യന്മാരെയും അനുയായികളെയും സേനാനികളെയും ഒക്കെ വിളിച്ച്, നിങ്ങളങ്ങോട്ട് പോവൂ, മഹാവിഷ്ണുവിൻ്റെ നിൽപ്പ് മുഴുവനും ഇവിടെ ബ്രാഹ്മണരും ഭക്തന്മാരുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അതാണ് മഹാവിഷ്ണുവിൻ്റെ പേര്. ഈ യാഗങ്ങളും യജ്ഞങ്ങളും പുണ്യകർമ്മങ്ങളും ഭജനകളും ഭക്തിയുമെല്ലാം നിർത്തിയാൽ, വേര് പൊഞ്ഞാൽ എങ്ങനെ മരം താഴ്ത്തു വീണു അതുപോലെ വിഷ്ണു എന്ന് പറയുന്ന മഹാവൃക്ഷം മറിഞ്ഞ് താഴ്ത്തു വീഴും. നിങ്ങളെല്ലാവരും പോയി എല്ലാ പുണ്യകർമ്മങ്ങളെയും തടസ്സപ്പെടുത്തി കണ്ടതൊക്കെ നശിപ്പിച്ചിങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു. ഇതിതേ ഭർതൃനിർദ്ദേശം ആദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദധു കഥനപ്രിയാഃ പുരഗ്രാമവ്രജോദ്യാന ക്ഷേത്രാരാമാശ്രമാകരാൻ ഖേടഖർവടഘോഷാംശ ദദഹു പത്തനാനി ച. അവരങ്ങോട്ട് പോയി കയ്യിൽ കോക്കോട്ട്, എളാങ്ക്, പിക്കാക്സ്, ശൂലം, വാള്, കടവാള് എന്ന് എല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ചിന്തി ഭിന്തി ചിന്തി ഭിന്തി ചിന്തി ഭിന്തി എന്നും പറഞ്ഞ് സർവ്വസംഗതികളും നശിപ്പിച്ചു. കേചിത് ഖനിത്രൈർബിവിദു സേതുപ്രാകാരഗോപുരാൻ ആജീവ്യാൻ ചിച്ചിദുർവിക്ഷാൻ കേചിത് പരശുപാണയഃ പ്രാതഹൻ ശരണാനി അന്യേ ശരണാന്യന്യേ പ്രജാനാം ജ്വലിതോന്മുഖൈഃ ഏവം വിപ്രകൃതേ ലോകേ ദൈത്യേന്ദ്രാനുചരൈർമുഹു ദിവം ദേവാഃ പരിത്യജ്യ ഭുവി ചേരുരലക്ഷിതാഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സർവസംഗതികളും നശിപ്പിച്ചു, പട്ടണങ്ങൾ വരെ നശിപ്പിച്ചു. ഇങ്ങനെ ലോകം മുഴുവൻ ആകെ വിപ്രകൃതമായപ്പോൾ ദാനവന്മാരും ദൈത്യന്മാരും കൂടി എല്ലാം തകരാറിലാക്കിയപ്പോൾ ദിവം ദേവ പരിത്യജ്യ ഭുവി ചേരുരലക്ഷിതാഃ. നോക്കൂ ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വർണ്ണന, വ്യാസദേവൻ്റെ ആ കാവ്യമഹിമ. എന്താ സംഭവിച്ചത്? ദേവന്മാർ ദേവലോകം വിട്ട് ഭൂമിയിൽ വന്ന് അലക്ഷിതരായി സഞ്ചരിച്ചു തുടങ്ങിയെന്ന്. അവർക്ക് ഇരിക്കാൻ അവിടെ ഒരു സ്ഥലവും ഇല്ലാണ്ടായി. അതുവരെ ആയി അപകടം. ശകുനിം ശംബരം ദൃഷ്ടം ഭൂതസന്താപനം മൃഗം കാലനാഭം മഹാനാഭം ഹരിശ്മശ്രുമഥോത്കജം തന്മാതരം രുഷാഭാനും ദിതിം ച ജനനീം ഗിര ശ്ലക്ഷ്ണയാ ദേശകാലജ്ഞഃ ഇദമാഹജനേശ്വര. സാധാരണ ഈ ഭാഗം ആരും മനസ്സിലാക്കാത്തതാ. ഈ ഹിരണ്യകശിപു ഉപായപ്പെട്ടവനായിരുന്നില്ല. അദ്ദേഹം അസുരനാണ്, അസുര ചക്രവർത്തിയാണ് എന്നുള്ളത് ഇരിക്കട്ടെ. അറിവ് കൊണ്ടോ പ്രഭാവം കൊണ്ടോ ബാക്കി മനസ്സിൻ്റെ വിവിധ ഗുണമൂല്യങ്ങൾ കൊണ്ടോ ഒക്കെ ഒന്നാം തരം കേമന. പിഴവ് എവിടെയാ? നല്ലവനല്ല എന്നുള്ളതാ. കേമത്വം എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയെയും അനുജൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ സമാധാനിപ്പിക്കാനായി ചെന്ന് പറഞ്ഞു. ശ്ലക്ഷ്ണയാ ദേശകാലജ്ഞഃ
ദേശവും കാലവും അറിയുന്ന ഹിരണ്യകശിപു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതമാഹജനേശ്വര അംബാംബഹേ വധൂ പുത്ര വീരമ്മാർഹത ശോചിതും രിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണാം വധഈപ്സിത. അമ്മേ, അനുജൻ്റെ ഭാര്യയെ എല്ലാവരും കൂടി വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. രിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണാം വധഈപ്സിത. ഒരു ശത്രുവിൻ്റെ മുൻപിൽ മരിക്കുന്നത് ജയിക്കുന്നതിന് തുല്യ. ഒന്നുകിൽ പോരാടി ജയിക്കണം, അല്ലെങ്കിൽ പോരാടി മരിക്കണം. ഇതിലേതാ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ശത്രുവിന് ശക്തി കൂടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? 2 ടീമും അസല് ടീമാണ്. ഫുട്ബോളിന് കളിച്ചു. ഇത്തവണ കളിച്ചിട്ട് എന്തുണ്ടായി? പെനൽറ്റി അടിക്കേണ്ടി വന്നില്ലേ? അതും ഒരു സെറ്റ് അടിച്ചിട്ട് തീർന്നില്ലല്ലോ. എങ്ങനെയായാലും ഒരാൾക്ക് ചെറിയൊരു പിഴവോ പോരായോ വരും. 2 പേരും നല്ല ടീമാണ്. 2 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. 2 പേർക്കും കൊടുക്കും ഫസ്റ്റ് പ്രൈസ്. എന്താ കൊടുത്താ? ഒരാളെ തോൽപ്പിച്ചോളണം എന്നെന്താ? നമ്മൾ കളി കാണാനാണ് പോണത്. അസല് കളി കണ്ടു. 2 കൂട്ടരും അടിച്ച് തകർത്തു. അവ 2 കൂട്ടരും തകർത്തു എന്ന് പറഞ്ഞാൽ 2 ആളുടെ കയ്യും പിടിച്ചങ്ങോട്ട് പൊക്കിക്കൂടെ? എന്താ അതിന് വിരോധം? പക്ഷേ നമ്മുടെ വിചാരം മുഴുവൻ ഒരാൾ തോൽക്കണം എന്നാ. ജയിക്കണം എന്നല്ല, തോൽക്കണം. ജയിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് തോൽക്കണമല്ലോ. അപ്പോൾ രിപുവിൻ്റെ മുൻപിൽ മരണം വളരെയധികം ശ്ലാഘ്യമാണ് എന്ന്. ഭൂതാനാമിഹ സംവാസ പ്രഭായാമിവ സുവ്രതേ ദൈവേനൈകത്രനീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിः. ഇവിടുന്ന് അങ്ങോട്ട് പറയണത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ശ്രീമദ് ഭാഗവതം എവിടെയൊക്കെയാണ് അവസരം കണ്ടുപിടിക്കുന്നത്? ശ്രീമദ് ഭാഗവതം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും തത്വജ്ഞാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഏത് സന്ദർഭവും ഏത് അവസരവും ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല. 80% ശ്രീമദ് ഭാഗവതത്തിൽ തത്വമൂല്യ സിദ്ധാന്തങ്ങളും വേദാന്തങ്ങളുമാണ്. ഭൂതാനാമിഹ സംവാസ പ്രഭായാമിവ സുവ്രതേ ദൈവേനൈകത്രനീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിः നിത്യ ആത്മാവ്യശുദ്ധ സർവക സർവവിത്പര ധത്തേ സാവാത്മനോ ലിംഗം മായയാ വിസർജൻ ഗുണാൻ. എവിടെ പോയി ഇത്? ഞാനിത് ആദ്യമായിട്ട് വായിച്ചത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. ഉടനെ ബാക്കിയുള്ളവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തോന്നുക എന്നെപ്പോലെ ഒരാൾക്ക് സ്വാഭാവികമാണല്ലോ. കേൾക്കൂ, നിങ്ങളെല്ലാവരും പറയുകയാണ് അമ്മയോടും പുത്രവധുവിനോടുമെല്ലാം. ഭൂതാനാമിഹ സംവാസ പ്രഭായാമിവ സുവ്രതേ. നോക്കൂ നോക്കൂ, നമ്മുടെ അധിവാസമുണ്ടല്ലോ ഈ ലോകത്തിൽ. അതെങ്ങനെയാ എന്ന് വെച്ചാൽ തണ്ണീർ പന്തലിൽ ജനങ്ങൾ വന്നു പോകുന്നത് മാതിരിയാണ്. ദൈവമാണ് എല്ലാവരെയും കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. ദൈവേനൈകത്രനീതാനാം ഉന്നീതാനാം സ്വകർമ്മഭിः. അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നതിൽ എന്താണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അവരവരുടെ കർമ്മവിശേഷം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ കർമ്മവിശേഷം. വീട്ടമ്മയായാലും ഗൃഹനാഥനായാലും കുട്ടികളായാലും അച്ഛൻ അമ്മ, സഹോദരൻ സഹോദരി, പുത്രവധു, ആ മരുമകൻ, ആരൊക്കെയാണെങ്കിലും എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ പ്രവൃത്തി എന്താ, അതിലെന്തെങ്കിലും പരോപദ്രവമുണ്ടോ അതോ പരോപകാരപ്രദമോ? ഇതാണ് മാനദണ്ഡം. അത് നോക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിയാണ്. നിത്യാത്മാവ്യശുദ്ധ സർവക സർവവിത്പര ധത്തേ സാവാത്മനോ ലിംഗം മായയാ വിസർജൻ ഗുണാൻ. വാസ്തവത്തിൽ ഈ ശരീരത്തിലുള്ള ജീവൻ ജീവിക്കുന്നതുണ്ടല്ലോ, ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് പല വിധത്തിലുള്ള അനുഭവങ്ങളും അറിവുകളും നേടിയെടുക്കുന്നുണ്ടല്ലോ, അത് ഉള്ളിലുള്ള ജീവനാണ്. ശരീരം ജഡമാണ്, ഇന്ദ്രിയങ്ങളും ജഡമാണ്. അവയ്ക്ക് അറിവോ അനുഭവമോ ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. സർവ്വ അനുഭവങ്ങളും ജീവനെ ചൊല്ലി ഉണ്ടാവുന്നതാണ്. ആ ജീവൻ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രശോഭിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു, ഉജ്ജീവിപ്പിക്കുന്നു. അതുവഴിക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. ആ ജീവൻ വാസ്തവത്തിൽ ആത്മാവ്യയശുദ്ധ. ആ ജീവൻ ആത്മാവാണ്. ഒന്ന് പറയൂ. അത് അവ്യയശുദ്ധ. അതിന് ഒരു കാലത്തും വ്യയമില്ല, തേമാനമില്ല, ശുദ്ധമാണ്. സർവക. ശരീരത്തിൽ എങ്ങനെ സർവവ്യാപിയോ
അതേമാതിരി പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ് അത് ചെയ്യുന്നത്. സർവക സർവവിത്പര, സർവജ്ഞമാണത്. ധത്തേ സാവാത്മനോ ലിംഗം മായയാ വിസർജൻ ഗുണാൻ. അത് തൻ്റെ മായാശക്തി കൊണ്ട് ഓരോരുത്തർക്കും ഒരു ലിംഗശരീരം കൊടുത്തിരിക്കുകയാണ്. യഥാംഭസാ പ്രചലതാത്തരപോപിചല ഇവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ചലതീവ ഭൂ. നിങ്ങൾ ശ്രദ്ധിക്കുമോ ഞാൻ പറയണത്? ശ്രദ്ധിക്കുമോ? നിങ്ങളെ വിശ്വസിക്കാമോ? എന്നാൽ മനസ്സിലാക്കിക്കോളൂ. ഞാൻ വേറെ ഒരാളെ പറ്റിയിട്ടുമല്ല പറയുന്നത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണാം, എന്നാൽ കാണാത്ത ഒരു ജീവൻ, ഉള്ളിലുള്ള ഒരു ചേതനയുണ്ട് അവിടെ, ഒരു ഉൾ സാന്നിധ്യം. ആ ഉൾ സാന്നിധ്യം എങ്ങനെയാ? അംഭസ പ്രചലത തരവോപിചല ഇവ. നിങ്ങളൊരു കാറിലോ ഒരു ബസ്സിലോ കയറി, എന്നിട്ട് ആ ബസ്സാണ് ചലിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു തോണിയിൽ കയറിയാലേ അത് കൂടുതൽ അറിയാം. അല്ലെങ്കിൽ ചില ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ടാവും, അടുത്ത വണ്ടി നീങ്ങുന്നുണ്ടാവും. അപ്പം നമ്മുടെ വിചാരം നമ്മുടെ വണ്ടി നീങ്ങണമെന്നാണ്. കാറിലിരുന്ന് നോക്കിയാൽ ഈ ഭൂമി ഇങ്ങനെ ഓടുന്നത് കാണാം. വാസ്തവത്തിൽ ഭൂമി ഓടുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ? പക്ഷെ എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നണേ? നിങ്ങളുടെ കണ്ണുകൊണ്ടല്ലേ നോക്കണത്? കണ്ണുകൊണ്ട് നോക്കിയിട്ട് ദാ ഭൂമി ഓടിത്തുടങ്ങി എന്നല്ലേ പറയുന്നത്. പിന്നെ അത് കണ്ട് കണ്ട് പരിചയിച്ച വണ്ടിയാണ് ഓടുന്നത്, ഭൂമിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ ഇക്കാര്യവും മനസ്സിലാവണം. യഥാംഭസ പ്രചലത തരവോപിചലായിവ. വെള്ളത്തിൽ തോണിയിൽ കയറി നീങ്ങുമ്പോൾ ആ തീരങ്ങളിലുള്ള മരങ്ങൾ ചലിക്കുന്നത് തോന്നുന്നത് പോലെ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ചലതീവ ഭൂ. നമ്മുടെ കണ്ണ് കിടന്ന് ഭ്രമിക്കുമ്പോൾ ഭൂമി തന്നെ വട്ടം ചുറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ലേ? അതുപോലെയാണ് ഏവം ഗുണൈർഭ്രാമ്യമാണേ മനസ്യഭികല പുമാൻ യാതിത സാമ്യതാം ഭദ്രേ ഹ്യലിംഗോ ലിംഗവാനിവ. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവന് പലതും സംഭവിക്കണു എന്നൊരു തോന്നല. വാസ്തവത്തിൽ കാണുന്നത് എന്താ? കണ്ണ്. നിങ്ങൾ കാണുന്നുണ്ടോ? എന്താ മിണ്ടാത്തത്? നിങ്ങളുടെ കണ്ണാണോ കാണുന്നത്, അതോ നിങ്ങൾ കാണുന്നുണ്ടോ? കൈയല്ലേ അനങ്ങണത്? നിങ്ങൾ അനങ്ങുന്നുണ്ടോ? മനസ്സനങ്ങുന്നുണ്ടോ? അതേമാതിരി പിന്നാക്കം പിന്നാക്കം ഉള്ളിലേക്ക് പോവൂ. ഞാൻ എന്ന് പറയുന്ന ആ തനിത്തന്മയുണ്ടല്ലോ, അതിന് ഒരനക്കമില്ല. മനസ്സാണ് ചിന്തിക്കുന്നത്, ബുദ്ധിയാണ് ആലോചിക്കുന്നത്, കണ്ണാണ് കാണുന്നത്, ചെവിയാണ് കേൾക്കുന്നത്, കൈയാണ് പിടിക്കുന്നത്, കാലാണ് നടക്കുന്നത്, വായാണ് സംസാരിക്കുന്നത്. ഉള്ളിൽ യാതൊന്നും നടക്കുന്നില്ല. ഏവം ഗുണൈർഭ്രാമ്യമാണേ മനസ്യഭികല പുമാൻ യാതിത സാമ്യതാം ഭദ്രേ ഹ്യലിംഗോ ലിംഗവാനിവ. നമ്മുടെ ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ട് ഞാൻ ജനിച്ചു എന്ന് പറയുന്നുണ്ട്, വളർന്നു എന്ന് പറയുന്നുണ്ട്, മരിക്കുമെന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഞാൻ ജനിച്ചിട്ടുണ്ടോ? അമ്മയോട് ചോദിക്കൂ, അമ്മേ എൻ്റെ ഉള്ളിലുള്ള ഞാനെ അമ്മ പ്രസവിച്ചോ എന്നൊന്ന് ചോദിച്ചിട്ട് അമ്മയുടെ മറുപടി ഒന്ന് എന്നോട് പറയൂ. അയ്യോ, ഞാൻ പ്രസവിച്ചത് നിൻ്റെ ശരീരത്തിനെയാണ്, അതിനപ്പുറം എനിക്ക് ഒന്നും അറിയില്ല എന്നല്ലേ അമ്മ പറയുക. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ശരീരമില്ല. ശരീരം എന്ന് പറയുന്നത് നാം അല്ലാത്തതാണ്. ഏഷ ആത്മവിപര്യാസോ ഹ്യലിംഗേ ലിംഗഭാവന ഏഷ പ്രിയാപ്രിയൈർയോഗോ വിയോഗ കർമ്മസംസ്കൃതി. ഇങ്ങനെയാണ് കൂട്ടരെ ആരാ പറയണത്? ഹിരണ്യകശിപു. ആരോട്? അമ്മയോടും അനുജൻ്റെ ഭാര്യയോടും ഒക്കെ പറയാണ്. ഏഷ ആത്മവിപര്യാസോ. ഇങ്ങനെയാണ് ഞാനും ഞാനല്ലാത്ത ശരീരവും തമ്മിലുള്ള കൂട്ടിക്കുഴച്ചൽ സംഭവിക്കുന്നത്. ആ കൂട്ടിക്കുഴച്ചൽ മൂലം പ്രിയാപ്രിയൈർയോഗോ, ഇഷ്ടക്കേടും ഇഷ്ടവും ഉള്ളതായിട്ടുള്ള സംയോഗം കൂടിച്ചേരൽ, ഈ വിയോഗ വേർപാടും ഉണ്ടാവുന്നത്. സംഭവശ്ച വിനാശശ്ച ശോകശ്ച വിവിധ സ്മൃത അവിവേകശ്ച ചിന്താച വിവേകാസ്മൃതിരേവ ച. അത്രാപ്യുദാഹരം ധീമം ഇതിഹാസം പുരാതനം യമസ്യ പ്രേതബന്ധൂനാം സംവാദം തം നിബോധത.
ഹിരണ്യാക്ഷൻ മരിച്ചു പോയിട്ടുള്ള വലിയ സങ്കടത്തിലാണ്. പുത്രൻ മരിച്ച സങ്കടം അമ്മയ്ക്ക്, ഭർത്താവ് മരിച്ച സങ്കടം ഭാര്യയ്ക്ക്, കുട്ടികൾക്കും അച്ഛൻ പോയ സങ്കടം. ആ സങ്കടം തീർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഹിരണ്യകശിപുവിനായാലും വസിഷ്ഠ മഹർഷിക്കായാലും കൃഷ്ണനായാലും ഒക്കെ കണക്ക് ശരിയാണ്. പറയുന്ന സത്യം ഒന്നേ ആവാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ വിശേഷപ്പെട്ട ഒരു ഇതിഹാസമുണ്ട് കൂട്ടരെ. ഞാൻ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിഹാസത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ ഇതിഹാസം നിങ്ങളെ ധരിപ്പിക്കാം എന്ന് പറയാം. ഉശീനരേഷ്വഭൂത് രാജാസൂയജ്ഞ ഇതി നിവിശ്രുത സപത്നൈർനിഹതോ യുദ്ധേ ജ്ഞാതയസ്തം ഉപാസത. ഉശീനരങ്ങളിൽ ഒരു രാജാവുണ്ടായിരുന്നു. സുയജ്ഞൻ എന്നാണ് അദ്ദേഹത്തിന് പേര്. വളരെ വിശ്രുതനായിരുന്നു, വിഖ്യാതനായിരുന്നു ആ രാജാവ്. അദ്ദേഹം ശത്രുക്കളോടുകൂടി പോരാടാൻ നിർബന്ധിതനായി. പോരാടി. ആ പോരാട്ടത്തിൽ നിഹതോ യുദ്ധേ, കേൾക്കുന്നുണ്ടോ? ആ യുദ്ധത്തിൽ മരിച്ചു വീണു. വിശീർണരത്നകവചം വിഭ്രഷ്ടാഭരണസ്രജം ശരനിർഭിന്ന ഹൃദയം ശയാനം അസൃഗാവിലം പ്രകീർണകേശം ധ്വസ്താക്ഷം രഭസാദിഷ്ടദച്ഛദം രജകുണ്ഡമുഖാംഭോജം ഛിന്നായുധഭുജം മൃധേ. വാ, ശത്രുക്കളുടെ ശരീരം അടിച്ച് മാറൊക്കെ പിളർന്ന് രക്തത്തിൽ മുങ്ങി ആഭരണങ്ങളൊക്കെ ചിന്നിച്ചിതറി ആ മഹാരാജാവ് എന്ത് ചെയ്തു? സുയജ്ഞൻ താഴത്ത് വീണ് കിടക്കുന്നു. ഉശീനരേന്ദ്രം വിധിനാ തഥാകൃതം പതിം മഹിഷ്യ പ്രസമീക്ഷ ദുഃഖിതാ അതാസ്മനാഥേതി കരൈരുഹോ ഭൃശം ഗ്രന്ഥ്യോ മുഹുസ്തത്പദയോ ഉപാപതൻ. ഒരു രാജാവിന് ഒന്നിലധികം പത്നിമാരുണ്ടാവുമല്ലോ, രാജ്ഞിമാര്. ഭർത്താവ് മരിച്ചു വീണു എന്ന് കേട്ടപ്പോൾ ഒരു സംശയം ഉണ്ടായില്ല. അവരൊക്കെ അന്തഃപുരത്തിൽ നിന്ന് പുറത്തു വന്ന് രാജധാനി വിട്ട് യുദ്ധം ചെയ്ത സ്ഥലത്ത് ചെന്ന് ഭർത്താവിൻ്റെ ശരീരം അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുപങ്കിടിരുന്നു, കരയാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരാ പറയണത്? ഹിരണ്യകശിപു. ആരോടാ? അമ്മയോടും അനുജൻ്റെ ഭാര്യയോടും കുട്ടികളോടും. ഹതാസ്മനാഥേതി കരൈരുഹോ ഭൃശം. അവർ നെഞ്ഞത്തും മാറത്തും അടിച്ച് വിലപിക്കാൻ തുടങ്ങി. അയ്യോ അയ്യോ, വിധി ഇങ്ങനെ ചെയ്തുവല്ലോ. ഹതാസ്മനാഥേതി, ഞങ്ങളൊക്കെ ഹനിക്കപ്പെട്ടു. വാസ്തവത്തിൽ മരിച്ചത് അങ്ങയല്ല, ഞങ്ങളാണ് മരിക്കപ്പെട്ടത്, ഞങ്ങളെയാണ് ഹനിച്ചിരിക്കുന്നത്. ഗ്രന്ഥ്യോ മുഹുസ്തത്പദയോ ഉപാപത്. അദ്ദേഹത്തിൻ്റെ കാലണയിൽ ചെന്നിരുന്ന് രുദത്യ ഉച്ചൈർദൈതാഘ്രി പങ്കജം സിഞ്ചന്ത്യ അസ്രൈഹി കുചകുങ്കുമാരുണൈഹി വിസ്ത്രസ്തകേശാഭരണാശുചം നൃണാം സൃജന്ത്യ ആക്രന്ദനയാ വിലേപിരേ. ഹൗ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ രംഗം. ഒന്നിലധികം പട്ടമഹിഷിമാർ ഭർത്താവ് പോയതിൻ്റെ പേരിൽ ആ ജഡമായ ദേഹമുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുമിരുന്ന് അങ്ങോട്ട് വിലപിക്കാൻ തുടങ്ങി. അഹോ വിധാത്ര അകരുണേന പ്രഭോ ഭവാൻ പ്രണീതോ ദൃഗഗോചരാം ദശാം ഉശീനരാണാമസി വൃത്തിതപുര കൃതോധുന ഏന ശുചാം വിവർധന. എന്ത് പറയാനാ ഞങ്ങളുടെ പതിദേവ? ഈ വിധാതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് കാരുണ്യമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല, കാരുണ്യമില്ലാത്തവനാണ്. സിഞ്ചന്ത്യ അഹോ വിധാത്രാ കരുണേന നഃ പ്രഭോ ഭവാൻ പ്രണീതോ ദൃഗഗോചരാം ദശാം. അടുത്ത നിമിഷം വരെ, ഞങ്ങളെ വിട്ടു പോരുന്നത് വരെ താങ്കളെ ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കും, ചോദിച്ചാൽ മറുപടി പറയും. ആ ആളിപ്പോൾ മിണ്ടാൻ വയ്യാതെ ഞങ്ങളുടെ വിലാപവും കൂടി കാണാനും കേൾക്കാനും പറ്റാതെ മറിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ സെക്കൻഡ് കൊണ്ട് മാറ്റി തീർത്തിട്ടുള്ള ഈ വിധാതാവിനെ എങ്ങനെയാ കരുണാമയൻ എന്ന് പറയാൻ പറ്റുക? ഉശീനരാണാമസി വൃത്തിതപുര. ഉശീനരന്മാർക്ക് ആകെ ജീവിത സൗഭാഗ്യം നൽകിപ്പോന്ന അങ്ങുണ്ടല്ലോ, ഇപ്പം എന്താ സ്ഥിതി?
കൃതോധുന ഏന ശുചാം വിവർധന. സർവർക്കും സങ്കടമാണ് ഉണ്ടാക്കുന്നത്. അടുത്ത നിമിഷം വരെ എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും പ്രദാനം ചെയ്തിരുന്ന അങ്ങ് ഇപ്പതാ ദുഃഖം പ്രദാനം ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ത്വയാ കൃതജ്ഞേന വയം മഹീപതേ കഥം വിനാശ്യാമ സുഹൃത്തമേനത്തെ തത്രാനുയാനം തവ വീരപാദയോ ശുശ്രൂഷദീനാം ദിശയത്രയാസ്യസി. ഞങ്ങൾക്ക് ഒന്നേ അങ്ങയോട് പറയാനുള്ളൂ. നിങ്ങൾ ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. അങ്ങയെ കൂടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് പോയയിടത്തേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകൂ. ഞങ്ങൾ ഇവിടുന്ന് അനങ്ങാൻ പോണില്ല. തത്രാനുയാനം തവ വീരപാദയോ ശുശ്രൂഷദീനാം ദിശയത്രയാസ്യസി. ഏവം വിലപദീനാം വൈ പരിഗൃഹ്യമൃതം പതിം അനിശ്ചദീനാം നിർഹാരം അർക്കോസ്തം സന്യവർത്തത. അവിടെ ഇരുന്ന് കരച്ചിലാ തുടങ്ങി. കാല് പിടിക്കും, കൈ പിടിക്കും, സ്വന്തം നെഞ്ഞത്തടിക്കും, ഇടയ്ക്ക് കുമ്പിടും, ഉമ്മ വയ്ക്കും. ഇങ്ങനെയുള്ള സീൻ, ആ ദൃശ്യം അങ്ങനെ തുടർന്നു. ഇവരൊക്കെ രാജ്ഞിമാരാ. അപ്പം മന്ത്രിമാർക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല. ആരാ വരിക, എന്താ പറയുക? രാജ്ഞിമാരാണല്ലോ. അവർക്ക് ആരാ പറ്റിയ തോഴികളാണ് വല്ലവരും ചെല്ലാൻ പറ്റുമോ? അത്ര എളുപ്പമൊന്നുമല്ല. കൊട്ടാരത്തിൽ പെട്ടാൽ ബാക്കിയുള്ളവരുമായിട്ടുള്ള സംസർഗം കുറയും. ഇവർ കരച്ചിൽ നിർത്തുന്നില്ല. ശേഷക്രിയ ചെയ്യാനോ സംസ്കാരം നടത്താനോ അനുവദിക്കാൻ സൗകര്യമില്ല എന്ന് കണ്ടപ്പോൾ ദൃശ്യം തോൽക്കുമ്പോൾ പിന്നെ എന്താ വഴി? അദൃശ്യം മറ തുറന്ന് പുറത്തു വരും. മനസ്സിലായില്ലേ എൻ്റെ ഭാഷ? ദൃശ്യം എന്ന് പറയുന്ന നിലയുണ്ടല്ലോ, അവിടെ ഒരു പരിഹാരവുമില്ലാത്ത സംഗതിക്ക് പിന്നെ എവിടുന്നാ പരിഹാരം? ഈ ഭൂമിയും സൂര്യനൊക്കെ എവിടുന്നാ പൊട്ടിമുളച്ച് വന്നത്? അദൃശ്യത്തിൽ നിന്ന്. അപ്പം ഭൂനിവാസികളിലും കോട്ടവും കുറവും വന്നാൽ നമുക്ക് തീർക്കാൻ പറ്റില്ലെങ്കിൽ തീർക്കാനുള്ളത് ആരാ? അദൃശ്യം തന്നെയാണ്. തത്ര പ്രേതബന്ധൂനാം ആശ്രുത്യ പരിദേവിതം ആഹതാൻ ബാലകോ ഭൂത്വ യമസ്വയമുപാഗത. അയ്യോ, ഇതൊരു വലിയ ദൃശ്യമാണല്ലോ. ഈ രാജ്ഞിമാർ ഇവിടുന്ന് എണീക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവരുടെ വികാരശക്തി കൊണ്ട്, വിക്ഷുബ്ധത കൊണ്ട് അവരെണീക്കാൻ പോകണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ മരണത്തിനെല്ലാം അധിപതിയായിരിക്കുന്ന യമൻ തന്നെ സ്വയമുപാഗത. കേൾക്കുന്നുണ്ടോ? യമൻ തന്നെ വന്നു എന്നാ പറയുന്നത്. യമൻ പറയാണ്, അഹോ അമീഷാം വയസാധികാനാം വിപശ്യതാം ലോകവിധിം വിമോഹ യത്രാഗതസ്തത്ര ഗതം മനുഷ്യം സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥം. യമൻ ഒരു കുട്ടിയുടെ രൂപത്തിലാണ് അവിടെ വന്നത്. നോക്കൂ, അമീഷാം വയസാധികാനാം, നല്ലോണം പ്രായം ചെന്നവരാണ്. വിപശ്യതാം ലോകവിധിം വിമോഹ, ലോകത്തിൻ്റെ ഗതിയാണ് എന്ത്? ജനിക്കുക, വളരുക, ക്ഷയിക്കുക, മരിക്കുക. അത് ക്ഷത്രിയന്മാരും പടയാളികളും പോലീസുകാരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഹബലം ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടേണ്ടിയൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ചില മരണങ്ങളൊക്കെ സ്വാഭാവികമാണ്. യുദ്ധത്തിൽ നടക്കുന്ന എല്ലാ മരണവും സ്വേച്ഛയാ വരിച്ചിട്ടുള്ളതാണ്. ഒരു യുദ്ധം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക? ഒരു ഭാഗം ജയിക്കണം, ഒരു ഭാഗം തോൽക്കണം എന്ന് വെച്ചാൽ അവസാനത്തെ പടയാളി വരെ പൊരുതും. അവർ വരെ 45 ലക്ഷം പടയാളികളായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ. അതിൽ 10 പേരൊഴികെ എല്ലാവരും 18 ദിവസം കൊണ്ട് കൊന്ന് മരിച്ച താഴത്ത് വീണു. 18 ദിവസം കൊണ്ട്. ആലോചിച്ച് നോക്കൂ, എത്ര ശവങ്ങളാണ് അവിടെ ദഹിപ്പിക്കപ്പെട്ടത്? 45 ലക്ഷം. ഇത് സ്വാഭാവികമാണ്. ക്ഷത്രിയന്മാരാരും വീട്ടിൽ കട്ടിലിൽ കിടന്ന് മരിക്കാൻ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്നത് ശരിയുമല്ല. അവരുടെ പത്നിമാരും അത് ഇഷ്ടപ്പെടില്ല. ഗതാഗതസ്തത്ര ഗതം എത്രാഗതസ്തത്ര ഗതം മനുഷ്യം സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥം. നമ്മളെല്ലാവരും അന്തിമ ഗണനയിൽ എവിടുന്നാണോ വന്നിരിക്കുന്നത് അവിടേക്കാണ് മടങ്ങിപ്പോണത്. മരണം എന്ന് പറഞ്ഞാൽ എന്താ അതിലൊരു പുതുമയുള്ളത്? ജനനം പോലെ തന്നെയല്ലേ, പൂരകമല്ലേ മരണം. ഒരാൾ മരിച്ചു, നന്നായി.
ഇനി ഒരാൾക്ക് ജനിക്കാൻ അവസരമായല്ലോ. 10,000 കോടി ജനങ്ങളാണ് ഇതുവരെ ഈ ഭൂമുഖത്ത് ജനിച്ചു മരിച്ചു പോയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നത് 400 കോടിയാണ്. ഈ 10,000 കോടി ജനങ്ങൾ മരിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണക്കാക്കി പറയാൻ പറ്റുമോ? ഇവിടെ വല്ല സ്ഥലവും ഉണ്ടാവുമോ? ഈ സഭാനികേതനം ഉണ്ടാക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. ഉറുമ്പിനെ അരിക്കാനും കൂടി സ്ഥലം ഉണ്ടാവില്ല. അപ്പം മരണത്തിൽ യാതൊരു തകരാറും നിങ്ങൾ വിചാരിക്കരുത്. ദുഃഖിക്കണോ ദുഃഖിച്ചോളൂ. ഒരു ദിവസം തീർന്നില്ല, ഈ 10 ദിവസമോ 15 ദിവസമോ ആയിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരയുക, മരിച്ചുപോയ ആളെ ഓർത്ത്. ഒരു വിരോധവും ഇല്ല. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എന്താവണം? ആ മരണം കൊണ്ടുണ്ടായിട്ടുള്ള വിടവോ പഴുതോ എന്തുണ്ടോ അത് നികത്താനായി നല്ലപോലെ തീവ്രമായി പരിശ്രമിക്കുക. ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അതോടുകൂടി ഒരു യോജിപ്പ്, ഒരു സാമഞ്ജസ്യം നമുക്കുണ്ടാവണം. ഈ മരിച്ചവർ പോയല്ലോ, ഞങ്ങളുടെ പതിദേവ സുയജ്ഞ പോയല്ലോ പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടല്ലോ. ഈ കരയുന്നവർ പോവാതെ ഇരിക്കുമോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥ്യം. പോയില്ലോ എന്ന് പറയുന്ന എല്ലാവരും പിന്നെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരും പോവാ. അപ്പോൾ ഈ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? പേരിന് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ കരഞ്ഞോളൂ. അത് കഴിഞ്ഞാൽ ആ ശരീരത്തിന് വേണ്ട ശുശ്രൂഷ ചെയ്ത് അത് മറവി ചെയ്യാനോ സംസ്കരിക്കാനോ നോക്കുക. അതാണ് നമ്മുടെ ധർമ്മം. ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മരിച്ചു പോയാൽ അടുത്തുള്ളവർക്ക് ആർക്കും ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റില്ല. ഇതാണോ മനുഷ്യധർമ്മം? മരിച്ചതുവരെ എങ്ങനെ നോക്കിയോ അതുപോലെ മരണശേഷവും നോക്കേണ്ട ചുമതലയില്ലേ? അത് പറ്റില്ല. അതിന് വല്ലവരും വരണം. ഇതെന്ത് ഗ്രഹപ്പഴയപ്പാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൈകാര്യം ചെയ്യാൻ വേറൊരാൾ വരേണ്ട ആവശ്യം എന്താ? ആ നിലയൊന്നും ശരിയല്ല. മനുഷ്യബുദ്ധിക്ക് അതിൽ മീതെയൊക്കെ സാധിക്കും. നല്ലോണം ആലോചിച്ച് നോക്കൂ. അഹോ വയം ധന്യതമായതത്ര ത്യക്താഃ പൃഥിഭ്യാം ന വിചിന്തയാമഃ അഭക്ഷ്യമാണ അബലാവൃകാദിഭിഃ സരക്ഷിതാ രക്ഷതി യോഹി ഗർഭേ. ഒരു വരിയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ. അഹോ വയം ധന്യതമായതത്ര ത്യക്താഃ പൃഥിഭ്യാം ന വിചിന്തയാമഃ അഭക്ഷ്യമാണ അബലാവൃകാദിഭിഃ. എൻ്റെ കൂട്ടരെ നിങ്ങളൊന്ന് നോക്കൂ, എന്നെ നല്ല പോലെ. ഞാനൊരു കുട്ടിയാണ്. ജനിച്ച സമയത്ത് എൻ്റെ അച്ഛനമ്മമാരെന്നെ ഉപേക്ഷിച്ച് കാട്ടിൽ ഉപേക്ഷിച്ച് പോയി. ആ ഉപേക്ഷിച്ചു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എന്താ? ആരുമില്ല അടുത്ത് നോക്കാനും പിടിക്കാനും. പക്ഷേ ചെന്നായ്ക്കളൊന്നും വന്ന് എന്നെ തിന്നില്ല. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ല. ശരീരം വളർന്നു. ഈ വയസ്സ് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അഭക്ഷ്യമാണ അബലാവൃകാദിഭിഃ സരക്ഷിതാ രക്ഷതി യോഹി ഗർഭേ. എൻ്റെ കൂട്ടരെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കൂ. ഈ ലോകത്തിലെല്ലാം കൂടി ഒരു രക്ഷിതാവേ ഉള്ളൂ. ഒറ്റ ആളും രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഇടണ്ടെന്ന്. നിങ്ങൾക്ക് രക്ഷിക്കാൻ എന്താ കയ്യിലുള്ളത്? നിങ്ങളാരാന്ന് നിങ്ങൾക്കറിയില്ല. ആരെയാ രക്ഷിക്കണ്ടേന്നും അറിയില്ല. ഇപ്പം സുയജ്ഞനെ രക്ഷിക്കാൻ ഇവർ കൂടിയില്ലല്ലോ. അപ്പം ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ആർ നമ്മളെ രക്ഷിച്ചോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കാനുള്ളത്. ഇവിടെ 2-3 ജഗത്പതിമാരൊന്നുമില്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിക്കുന്നുവോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും എല്ലാവർക്കും സംരക്ഷകൻ. ചൊല്ലൂ നിങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞു തരാം. സരക്ഷിത. തൃപ്തിയായില്ല? സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിക്കുന്നുവോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കുന്നവൻ. 2 രക്ഷിതാക്കളില്ല. അതുകൊണ്ട് ബാക്കി എല്ലാവരെയും രക്ഷിക്കുന്ന ആ രക്ഷകർത്താവ് നിങ്ങളെയും രക്ഷിച്ചുകൊള്ളും. രാജ്ഞിമാരെ, എന്നെ നോക്കൂ. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.
അച്ഛനമ്മമാരെന്നെ ഉപേക്ഷിച്ച് പോയതാണ്. ചെന്നായ്ക്കളോ മറ്റു മൃഗങ്ങളോ എന്നെ ഭക്ഷിച്ചില്ല. ഞാൻ ഇതുവരെ ജീവനോടുകൂടി ഇരിക്കുന്നു, ആരോഗ്യമുണ്ട്. നിങ്ങളോട് വന്ന മുത്തു പോലെ സംസാരിക്കാനുള്ള ശക്തിയും അറിവും വിവേകവും എനിക്കുണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിക്കൂ. എനിക്കൊരു സംശയവുമില്ല. ഗർഭത്തിൽ രക്ഷിച്ച അതേ ശക്തി തന്നെയാണ് പുറത്തു വന്നാലും. യൈച്ഛയേഷ സൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംപതേ ജയഃ തസ്യാബലാ ക്രീഡനമാഹുരീഷിതു ചരാചരം നിഗ്രഹസംഗ്രഹേ പ്രഭു. ഇതൊക്കെ കുറച്ച് സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. യൈച്ഛയേഷ സൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംപതേ ജയഃ തസ്യാബലാ ക്രീഡനമാഹുരീഷിതു. ഈ ലോകമെടുത്ത് അമ്മാനെ ആടുന്ന ഒരു ശക്തിയുണ്ട്. ആ ജഗത് രക്ഷകൻ്റെ കയ്യിൽ ഇത് വെറും ഒരു കളിപ്പന്താണപ്പാ ഈ ലോകം. ഈ ലോകത്തിലുള്ള ഗോളങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ അറിയാമോ? ഭ്രമിക്കുകയാണ്, ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. 25,000 കിലോമീറ്ററോ മറ്റും സ്പീഡിലാണ് ഭൂമി ചുറ്റുന്നത്. 25,000. ഞാൻ പറയുന്നതിൽ സംഖ്യയ്ക്ക് ഒരു തെറ്റൊക്കെ സംഭവിക്കാം. അതാണ് ഈ ലോകം. ഇവിടെ ഒരു സാധനവും മിണ്ടാതിരിക്കുന്നില്ല. അതാത് ഭ്രമണപഥങ്ങളിൽ എല്ലാ ഗോളങ്ങളും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ കൂട്ടിയടിക്കുന്നുണ്ടോ? ഇല്ല. അടിച്ചാലോ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനൊന്ന് കുറിച്ച് ആലോചിക്കണ്ടേ? നിങ്ങളല്ലാതെ മൃഗങ്ങളും കണ്ടാമൃഗമോ ആനയോ ആണോ ഇതിനെപ്പറ്റി ചിന്തിക്കുക? മനുഷ്യൻ്റെ തലയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംപതേ ജയഃ. ആ ജഗദ്രക്ഷകനുണ്ടല്ലോ, ആ ശക്തി, അതാണ് ഇതിനെ രക്ഷിക്കുന്നതും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും സ്ഥിതി സമയത്ത് നോക്കുന്നതും. തസ്യാബലാ ക്രീഡനമാഹുരീഷിതു ചരാചരം നിഗ്രഹസംഗ്രഹേ പ്രഭു. ഒരാളെ നിഗ്രഹിക്കാനും സംഗ്രഹിക്കാനും ഒക്കെ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തതായ, ചോദ്യം ചെയ്യപ്പെടാത്തതായ ഒരു പ്രഭുവാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കൂ. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം. ഈ ശ്ലോകമാണ് ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. ഇത് നിങ്ങൾ പഠിക്കണം. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. എവിടെ പോകുമ്പോഴും അവർക്കൊരു ശസ്ത്രം പോലെ, അസ്ത്രം പോലെ ഇത് കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഒന്നാം തരം കവചമാണിത്. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം. ഒരു സാധനം, ഒരു മോതിരാണെന്നിരിക്കട്ടെ, നിങ്ങൾ കയ്യിലണിഞ്ഞ് ഇങ്ങനെ പോയി, ഇത്തിരി ലൂസായിരുന്നു, തന്നെ പോകാൻ വിരോധമില്ല. ഒരു ദിവസം അത് കയ്യിൽ നിന്ന് താഴ്ത്തു പോയി. മോതിരമല്ല, വലിയ സാധനങ്ങളും ആവാം. അങ്ങനെ നടക്കുന്ന വഴിയിൽ വീണുപോയി എന്നിരിക്കട്ടെ, തിഷ്ഠതി ദിഷ്ടരക്ഷിതം. നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണു, വേറൊരാൾ വന്ന് അവിടെ ചവിട്ടി, ആ മോതിരം പൊടിയുടെ അടിയിലാ പെട്ടു, അവിടെ കിടന്നു. 1 മാസം 1 കൊല്ലം ഒരു കോട്ടവും വന്നില്ല. അങ്ങനെ ഇരിക്കും അത്. നേരെ മറിച്ച് ഈശ്വരൻ രക്ഷിച്ചാൽ അതിനൊരു കോട്ടവും കൂടാതെ അവിടെ ഇരിക്കും. ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി. നിങ്ങളുടെ വീട്ടിൽ അലമാറയിൽ വെച്ച് പൂട്ടിയിട്ടുള്ള സംഗതികളാണെന്ന് വിചാരിക്കൂ, മകനെങ്കിലും തുറന്ന് കട്ടുകൊണ്ടു. അപ്പം എവിടെയാ ശരിയായ രക്ഷ? ആര് പറയാനാ? ജീവത്യനാഥോപി തദീക്ഷിതോ വനേ. കാട്ടിൽപ്പെട്ടുപോയി എന്നുണ്ടെങ്കിലും അനാഥനായാലും ഈശ്വരൻ രക്ഷിക്കുന്ന സാധനം, വസ്തു, ജീവി, അതവിടെ തന്നെ കഴിഞ്ഞോളും. എന്നെ നോക്കൂ, അതിന് ദൃഷ്ടാന്തമാണ്. ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. വീട്ടിൽ എത്ര ഭദ്രമായി കലവറയിൽ വെച്ചാലും അത് പണിത ആളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അയാളെങ്കിലും ആരോടും പറഞ്ഞ് വല്ലവരും വന്ന് തുറന്നെടുത്തുകൊണ്ട് പോകും. ഭൂതാനി തൈസ്തൈർനിജയോനി കർമ്മഭി
ഭവന്തി കാലേന ഭവന്തി സർവശഃ ന തത്ര ആത്മാ പ്രകൃതാപി സ്ഥിതഃ തസ്യാ ഗുണൈരന്യതമോ നിബധ്യതേ. യഥാനലോ ദാരുഷു ഭിന്ന ഈയതേ യഥാനിലോ ദേഹഗതഃ പുമാൻ ദേഹഗതഃ പൃഥക് സ്ഥിതഃ യഥാനഭഃ സർവഗതം ന സജ്ജതേ യഥാ പുമാൻ സർവഗുണാശ്രയഃ പരഃ. ഉദാഹരണങ്ങൾ പറയുക കാര്യങ്ങൾ മനസ്സിലാവാൻ. മരത്തിൻ്റെ ഉള്ളിൽ തീയുണ്ട്. മരം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മരത്തിൻ്റെ ഉള്ളിൽ തീയുണ്ടെന്ന്. തീയുള്ളപ്പോൾ മരം എങ്ങനെയാണ് വളരണേ? ആർക്കറിയാം? ആരോടാ ചോദിക്കുക? ഈ അരണി കടഞ്ഞിട്ടാണല്ലോ യാഗത്തിന് തീ എടുക്കണത്. മുളമ്പട്ടിലുണ്ട്, പച്ച നിറത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അത് കാറ്റത്ത് കൂട്ടിയടിച്ച് ടപ്പാ ടപ്പാ എന്ന് അടിച്ചാൽ അതിൽ നിന്ന് തീ പുറപ്പെട്ട് ആ മുളമ്പട്ടിൽ മുഴുവനും നശിച്ചു പോകും, കൂട്ടടക്കം. അങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ തീ ഒളിഞ്ഞിരിക്കുന്നത്, യഥാനിലോ ദേഹഗത പൃഥക് സ്ഥിത, ആ തീ ഈ മരമാണെന്നോ മുളയാണെന്നോ പറയാൻ നമുക്ക് പറ്റുമോ? ഒന്ന് കത്തിജ്വലിച്ച് ദഹിപ്പിക്കുന്നതാണ്, മറ്റേതോ പച്ച നിറത്തിൽ വളർന്ന് നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യത്തിൽ നിൽക്കുന്നതാണ്. യഥാനിലോ ദേഹഗത പൃഥക് സ്ഥിത. കേട്ടോളൂ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതുപോലെ നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് എന്താ? ഭക്ഷണമാണോ, വെള്ളമാണോ, അതോ വായുവോ? മറുപടിയില്ല. മൂക്കും വായും പൊത്തിപ്പിടിച്ചാൽ എത്ര നേരം ഇരിക്കും നിങ്ങൾ? ഒരു ദിവസം വെള്ളം കുടിക്കാഞ്ഞാലും ശരീരം മുഴുവോ? വായു ഇല്ലെങ്കിലോ? ആ വായു എന്താ ചെയ്യണത്? ഉള്ളിലേക്ക് പ്രവേശിച്ചു, പുറത്തേക്ക് പോയി, ഉള്ളിലേക്ക് പ്രവേശിച്ചു, പുറത്തേക്ക് പോയി. അതവിടെ നിൽക്കുന്നുണ്ടോ? സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന വായു പുറത്തും അകത്തും ഒരുപോലെയല്ലേ? ഭക്ഷണവും ജലവും പോലെയല്ലല്ലോ. ഭക്ഷണം ജലമൊക്കെ നമ്മൾ കഴിച്ചു, ദഹിച്ചു, ഒന്നായി തീർന്നു എന്നൊക്കെ പറയാം. വായുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാതെ ശ്വാസകോശത്തിൽ കിടന്ന് അവിടുന്ന് പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലും പുറത്തും ഉണ്ടത്. അതുപോലെ യഥാനിലോ ദേഹഗത പൃഥക് സ്ഥിത. ആ വായു ശരീരമാണോ? അല്ല. ശരീരത്തിൽ നിന്ന് വിഭിന്നമല്ലേ? അതെ. യഥാനഭ സർവഗതം ന സജ്ജതേ. അതുപോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ, അതിനെന്തെങ്കിലും തരത്തിൽ ഒരു ഒട്ടലോ സംഗമോ ഉണ്ടോ? വായു നമ്മളുടെ അടുത്ത് പ്രവേശിച്ച് പുറത്ത് പോകുമ്പോൾ ഒട്ടലോടുകൂടി അയ്യോ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നുണ്ടോ? പോകുന്ന സമയത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കണോ ആ വായുവിന് വല്ല കോട്ടവും വരുന്നുണ്ടോ? ഇങ്ങനെ എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ചത് കൊണ്ട്. അതുപോലെ ആകാശം സർവത്ര പുറത്തും അകത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. ആ സർവവ്യാപനം കൊണ്ട് ഒരു കോട്ടവും ഒരു തകരാറും അതിനില്ല. ഒരു തോട്ടവും ഒരു തകരാറും അതിനില്ല. യഥാനഭ സർവഗതം ന സജ്ജതേ. അതിന് സംഘം എന്നൊന്നില്ല. തഥാപുമാൻ സർവഗുണാശ്രയ പരഃ. തഥാപുമാൻ സർവഗുണാശ്രയ പരഃ. എത്ര മധുരമാണ് ഈ വാക്ക് കൂട്ടരെ. നിങ്ങളുടെ മനസ്സ് മാത്രം ഭക്തി പരിശീലിച്ചാൽ അത് മുഴുവനാവില്ല. അതൊരു വൈകാരിക പ്രകടനമേ ആവുള്ളൂ. അതിൽ യുക്തിസഹമായിരിക്കുന്ന ബുദ്ധിയുടെ തത്വവിചാരവും കൂടി ചേർത്താലേ ഭഗവാനുള്ള ദൂരം കുറഞ്ഞു വരുള്ളൂ, ഭഗവത് പ്രാപ്തിക്കുള്ള സമയം കുറയുള്ളൂ. നിങ്ങൾ മനസ്സുകൊണ്ട് മാത്രം ഭജിച്ചാൽ ഒരിക്കലും മേപ്പോട്ട് പോവില്ല, പോവില്ല, പോവില്ല. നോക്കൂ, ഈ രാജ്ഞിമാർക്ക് അറിവില്ലായ്മയുണ്ടോ? വേദജ്ഞാനം വരെ അവർക്കുണ്ടാവും. എന്നാലും ഭർത്താവ് മരിച്ചപ്പോൾ ആ ശരീരം വിട്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. ചെറിയ രൂപത്തിൽ യമധർമ്മരാജാവ് തന്നെ വന്ന് പറയേണ്ടി വന്നു. തഥാപുമാൻ സർവഗുണ ആശ്രയ പരഃ. അവിടുന്ന് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ കുട്ടി. സുയജ്ഞോനന്വയം ശേദേ മൂഢായ മനുഷ്യോചഥ യശ്രോതായോനുവക്തേഹ സനദൃശ്യേത കർഹിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. നിങ്ങളും അതുപോലെ ഇഷ്ടപ്പെടണമെന്നാണ് എൻ്റെ വിചാരം.
സുയജ്ഞോനന്വയം ഛേദേ മൂഢായ മനുശോചഥ. സുയജ്ഞ മഹാരാജാവേ, അങ്ങ് പോയില്ലോ പോയില്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആരാ പോയത്? ഇവിടെ കിടക്കണില്ലേ? ഇവിടെ കിടക്കണ ആളെ തന്നെയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്? ആ ആള് പോയി എന്ന് എന്തേ പറയണത്? ആരാ പോയിരിക്കണേ? യശ്രോതായോനുഭക്തേഹ സനദൃശ്യേത കർഹിച്ചിത്. നിങ്ങൾ വിളിച്ചപ്പോൾ വിളി കേട്ടവനും മറുപടി പറഞ്ഞവനും ആണ് എന്ന് നിങ്ങൾ പറയുന്ന പക്ഷം, ആ ആൾ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും നിങ്ങൾ ആ ഉള്ളിൽ വിളി കേൾക്കുന്നവനെയും മറുപടി പറയുന്നവനെയും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയണത്? ആരെയാ നിങ്ങൾ ഈ പറയണത് പോയി എന്ന്? ശരീരമാണെങ്കിൽ അത് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ശരീരത്തെ അല്ല പറയുന്നത്. ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേട്ടവനെയും മറുപടി പറഞ്ഞവനെയും കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു ശ്രോതാവിനെയും അനുവക്താവിനെയും ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചോ? എന്താ ഒരു മിണ്ടാതെ? നിങ്ങൾ തന്നെയല്ലേ ചെയ്യണത്? നിങ്ങളുടെ മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും ആരെയാണോ വിളിക്കുന്നത്, ആരാണോ മറുപടി പറയണത്, ആ ഉൾസാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരനിമിഷം ആലോചിച്ചിട്ടുണ്ടോ കൂട്ടരെ? എന്നിട്ട് മരിച്ചു പോയതിന് ശേഷം അങ്ങ് പോയില്ല, എന്ത് പോയില്ല? അതുവരെ ഇന്നിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ? ഇനി കുറേ കാലവും കൂടി ജീവിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുമോ ആ ഉള്ളിലുള്ള ആളെ ആരാണെന്ന്? തൻ്റെ ഉള്ളിലൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ? യശ്രോതായോനുഭക്തേഹ സന സന്ദൃശ്യതേ ക്വചിത് ന ശ്രോത നാനുഭക്തായം മുഖ്യോപ്യത്ര മഹാനസു യസ്തുഹേന്ദ്രിയവാനാത്മാ സചാന്യ പ്രാണദേഹയോ. നിങ്ങൾ വിളിക്കുമ്പോൾ വിളി കേട്ടതും മറുപടി പറഞ്ഞതുമായ ആ ആത്മാവുണ്ടല്ലോ, അത് ദേഹമല്ല, ദേഹവിലക്ഷണമാണ്. ആ ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല. അവനവനിൽ സാക്ഷാത്കരിക്കാനേ പറ്റുള്ളൂ. ആ സാക്ഷാത്കാരം സ്വയം സമ്പാദിച്ച് നേടുന്നത് വരെ ഈ ബുദ്ധിമോശം വരും. ഇത്രയും കാലം അന്വേഷിച്ചില്ല, അതുകൊണ്ട് ഈ ഗതി വന്നു. ഇനിയെങ്കിലും സുയജ്ഞൻ്റെ ഈ ദേഹവിയോഗത്തെ ചൊല്ലി നിങ്ങൾ അന്വേഷണം ചെയ്ത് ആരായിരുന്നു ഭർത്താവിൻ്റെ ഗൃഹത്തിൽ അധിവസിച്ചത്, ആരാണ് തൻ്റെ ദേഹത്തിൽ അധിവസിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നോക്കി, ശരീരം കടന്ന് മനസ്സ് കടന്ന് ബുദ്ധി കടന്ന് അഹങ്കാരവും കടന്ന് അതിൻ്റെ അടിത്തട്ടിൽ ചെന്ന് ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആ പരമസാന്നിധ്യമുണ്ടല്ലോ, നിരന്തരമായി നിലനിൽക്കുന്ന ഞാൻ. നിങ്ങൾ ദുഃഖിച്ച് കരയുമ്പോൾ എന്താ? ഞാൻ ദുഃഖിക്കണു. ആ ദുഃഖം കഴിഞ്ഞാൽ സുഖിക്കണു. അപ്പം ഈ ഞാൻ ദുഃഖിക്കുന്നതുമാണ് സുഖിക്കുന്നതുമാണ്. ദുഃഖത്തിനെ വിട്ട് സുഖത്തിലേക്ക് പോകണം, സുഖത്ത് വിട്ട് ദുഃഖത്തിലേക്ക് പോകണം. അപ്പോൾ ഈ ഞാൻ ദുഃഖത്തിൽ മാത്രമേ ഉള്ളൂ അല്ല, സുഖത്തിൽ മാത്രമേ ഉള്ളൂ അല്ല, എല്ലാറ്റിലുമുണ്ട്. അങ്ങനെ എല്ലാറ്റിലും ഉണ്ടായി എല്ലാറ്റിനെയും അതിജീവിച്ച് കഴിയുന്ന ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമാണ് ഈ ഞാൻ ആത്മാ എന്ന് മനസ്സിലാവുമ്പോൾ എല്ലാ വിഷമങ്ങളും നമ്മുടെ തീരും. അതിന് അന്വേഷണം വേണം. അന്വേഷണം നടത്തുന്നത് ബുദ്ധിയാണ്. അതിനെ പണയം വെച്ച് കുഴിച്ചിട്ടോടെ ഉപയോഗിക്കേയില്ല. നമ്മുടെ തർക്കവും തകരാറും മുഴുവൻ വായിലും മനസ്സിലുമാണ്. ബുദ്ധി എന്നൊന്നുണ്ടെന്ന് ആലോചിക്കില്ല. ആ കരച്ചിൽ നിർത്താൻ രാജധാനിയിൽ ഒരാളുമില്ല, നാട്ടിലൊരാളുമില്ല, മന്ത്രിമാരൊരാളുമില്ല. സർവ്വ ആൾക്കാരും തോറ്റപ്പോഴാണ് യമൻ തന്നെ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന്, കുട്ടിയെന്ന് വന്നാൽ സ്ത്രീകൾക്ക് പ്രകൃത്യാ ഒരു സന്തോഷവും ഒരു താല്പര്യവും ഉണ്ടാവും. അതാണ് ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നത്. ആ കുട്ടി ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഹിരണ്യകശിപു ഉദ്ബോധിപ്പിക്കുകയാണ് ആരെ? അമ്മയെയും പുത്രൻ്റെ ഭാര്യയെയും മക്കളെയും. ഈ ആത്മാവിനെ അന്വേഷിച്ച് ചെന്ന് മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾക്ക് കരയാൻ ഒരവകാശവുമില്ല എന്ന്. വിതഥാഭിനിവേശോയം യദ്ഗുണേഷു അർത്ഥദൃഗ്വചഃ യഥാ മനോരഥസ്വപ്നഃ സർവമൈന്ദ്രിയകം മൃഷാ. പറയട്ടെ, ഞാൻ കേൾക്കുമോ? ഇഷ്ടം തോന്നുന്നുണ്ടോ?
വിതഥാഭിനിവേശോയം യദ്ഗുണേഷു അർത്ഥദൃഗ്വചഃ യഥാ മനോരഥസ്വപ്നഃ സർവമൈന്ദ്രിയകം മിഷ. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഞാൻ ദേഹമാണെന്ന് വിചാരിച്ചേ? ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഡോ, തൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്, ആ ഞാൻ ദേഹമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ദേഹം, ഞാൻ ദേഹം. നിങ്ങൾ ആരാ വിചാരിച്ചേ? ദേഹത്തിന് തന്നെയാണ് നിങ്ങൾ എൻ്റെ ദേഹം, എൻ്റെ ദേഹം, എൻ്റെ ദേഹം എന്ന് പറയുന്നത്. നിങ്ങളൊരു വീട് കെട്ടിയുണ്ടാക്കി, ആ വീടിൽ താമസിക്കുന്നു, ആ വീട് നിങ്ങളുടെ വീടാണ്. നിങ്ങളുടെ വീട് നിങ്ങളാണോ? എന്താ മിണ്ടാത്തേ? നിങ്ങളുടെ വീട് നിങ്ങളാണോന്ന്? നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങളാണോ? അപ്പോൾ വസ്ത്രം നിങ്ങളല്ല, വീടും നിങ്ങളല്ല, കുട്ടികളും നിങ്ങളല്ല, ഭാര്യയും നിങ്ങളല്ല, ഭർത്താവും നിങ്ങളല്ല. അതൊന്നും നിങ്ങളല്ലാതെ ഇരിക്കേ എന്തിനാ ഇതൊക്കെ എന്നെ ഞാൻ ദേഹം എന്ന് പറയണേ? ആ പറയുന്നതിൽ എന്താ അർത്ഥം? അന്വേഷിച്ചിട്ടാണോ പറയണേ? അറിഞ്ഞിട്ടാണോ പറയണേ? എന്തെങ്കിലും കുറച്ച് സമയം ഇതിന് ചെലവ് ചെയ്തോ? രണ്ടും ചെയ്തില്ല. വിതഥാഭിനിവേശോയം യദ്ഗുണേഷു അർത്ഥദൃഗ്വചഃ യഥാ മനോരഥസ്വപ്നഃ. നമുക്ക് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതാണിത്. എല്ലാവരും ഉണരുന്നത് ഉറക്കത്തിൽ നിന്നാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പാ? എല്ലാവരും ഉണരുന്നത് ഉറക്കത്തിൽ നിന്നാണ്. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതോ? മിണ്ടിയില്ല. 16 മണിക്കൂർ ഉണർന്നതിന് ശേഷം പിന്നെ നിങ്ങൾ എങ്ങടാ ചെല്ലണത്? ഉറക്കത്തിലേക്ക് അല്ലേ? ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉറക്കത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഓരോ ഉണർവും 2 ഉറക്കത്തിൻ്റെ മധ്യത്തിലാണ്. അപ്പോൾ ഈ ഉണർവ് എന്താടോ? ഞാൻ എണീക്കണോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറക്കത്തിലേക്ക് തന്നെ നാം മടങ്ങിപ്പോണു. 2 ഉറക്കത്തിൻ്റെ മധ്യത്തിലാണ് ഒരു ഉണർവ്. ഉറക്കത്തിൽ നിന്നല്ലാതെ ഉണരുന്ന ഒരൊറ്റ ആൾ ഈ ലോകത്തിലില്ല. ഉണർവിൽ നിന്ന് ഉറക്കത്തിലേക്കല്ലാതെ വേറെ ഒന്നിലേക്കും പോകാനും പറ്റില്ല. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉറക്കമാണെങ്കിൽ ഈ ഉണർവ് എന്താ? ഉറക്കത്തിൽ നിന്ന് വന്നതാ. ഏതുപോലെ? സ്വപ്നം, മനോരഥം പോലെ. യഥാ മനോരഥസ്വപ്നഃ, മനോരഥം പോലെയും സ്വപ്നം പോലെയും സർവം ഐന്ദ്രിയകം മൃഷ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ മിഥ്യയാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തത്വമൂല്യ സിദ്ധാന്തമാണിത്. യഥാ മനോരഥസ്വപ്നഃ സർവം ഐന്ദ്രിയകം മൃഷ. നിങ്ങൾ രാജ്ഞിമാരാകാം, ഭർത്താവ് രാജാവാകാം, കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പം കണ്ടില്ലേ പോയി, ഇനി നിങ്ങളോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും പോവും. നിങ്ങളുടെ മക്കൾ വന്നിട്ട് അമ്മയെ പോകരുത് 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? ഈ ലോകത്തിൽ വന്നവരൊക്കെ പോകാനാ. അത് മനസ്സിലാക്കി പോകുമ്പോൾ ചിരിച്ചു പോകാൻ എന്താ വിഷമം? എന്താ വിഷമെന്ന് ഒന്ന് പറയിൻ. ആലോചനയിൽ മറുപടി അറിയണം. അപ്പോൾ വന്നതിന് ശേഷം ഗോ എന്ന് പറഞ്ഞ് പരിചാഴിയമാതിരി, പന്തം കണ്ട പരിചാഴിയമാതിരി ആവരുത്. സർവമൈന്ദ്രിയകം മൃഷ അഥ നിത്യമനിത്യം വാ നേഹ ശോചന്തി തദ്വിദഃ നാന്യഥാ ശക്യതേ കർത്തും സ്വഭാവശോചതാമിതി. അഥ നിത്യമനിത്യം വാ നേഹ ശോചന്തി തദ്വിദഃ. അപ്പം സത്യമറിയുന്നവർ ആലോചിച്ച്, ഞാൻ എന്ന് പറയുന്നത് ആത്മസൂചകമാണ്, ആ ആത്മസത്യത്തെ മനസ്സിലാക്കിയവർ നിത്യത്തെയോ അനിത്യത്തെയോ കുറിച്ച്, നിത്യം അനിത്യം ഈ രണ്ടിനെയും കുറിച്ച് നാനുശോചന്തി. അഥ നിത്യമനിത്യം വാ നേഹ ശോചന്തി തദ്വിദഃ. ഒരിക്കലും അവർ ദുഃഖിക്കില്ല. ഒരു വീട്ടിൽ എന്തൊക്കെ നടക്കും? പ്രസവം നടക്കും, കല്യാണം നടക്കും, സുഖക്കേട് നടക്കും, ചികിത്സ നടക്കും, മരണവും നടക്കും. ഒരു വീട്ടിലൊരു മരണം നടന്നാൽ എന്താ അതിൽ അശുഭമുള്ളത്? മരിക്കാൻ പിന്നെ എവിടെ പോകണമെന്നാണ് പറയണത് നിങ്ങൾ? ജനിച്ചത് വീട്ടിലാണ്, ജീവിക്കുന്നത് വീട്ടിലാണ്, മരണവും അവിടെ തന്നെ. അപ്പം നല്ലോണം എഴുതി വെച്ചോളൂ. ഈ വീട് എന്തിനാ? ജനിക്കാനും വളരാനും ക്ഷയിക്കാനും രോഗം പിടിച്ച് കിടക്കാനും മരിക്കാനും. ഇനി ഒരു വീട്ടിൽ ജനിച്ചവരൊക്കെ മരിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് എത്ര വീട് കെട്ടേണ്ടി വരും? ഒന്ന് ലഘൂകരിക്കുവപ്പാ കാര്യങ്ങളെ. നമ്മുടെ ബുദ്ധി അതിനുള്ളതാണ്. അഥ നിത്യമനിത്യം വാ നേഹ ശോചന്തി തദ്വിദഃ നാന്യഥാ ശക്യതേ കർത്തും സ്വഭാവശോചതാമിതി. ഇതൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതവരുടെ സ്വഭാവമാണ്.
എന്നിട്ടൊരു കഥ പറയുന്നു. ലുബ്ധകോ വിപിനേ കശ്ചിത് പക്ഷിണാം നിർമ്മിതോന്തക വിധത്യ ജാലം വിധതേ തത്ര തത്ര പ്രലോഭയൻ കുലിംഗമിഥുനം തത്ര വിചരത് സമദൃശ്യത തയോ കുലിംഗീ സഹസ ലുബ്ധകേന പ്രലോഭിത. ഒരു വേടൻ കയ്യിൽ വലയും കാര്യവുമായിട്ട് പക്ഷികളെ പിടിക്കാൻ നടന്നുകൊണ്ടിരിക്കുക. അയാളുടെ മുൻപിൽ കുലിംഗമിഥുനം, കുലിംഗ പക്ഷികളുടെ ഒരു കുലിംഗ ദമ്പതികളെ കണ്ടു. നോക്കിയിരുന്നു. താമസിയാതെ ആ പെൺപക്ഷിയെ വലയിൽ അകപ്പെടുത്തി, പ്രലോഭിപ്പിച്ച് വലയിൽപ്പെടുത്തി. സാ സജ്ജതശിജസ്തന്ധ്യാം മഹിഷി കാലയന്ത്രിത കുലിംഗസ്താം തഥാപന്നാം നിരീക്ഷ്യ ഭൃശദുഃഖിത സ്നേഹാത് അകൽപകൃപണ കൃപണാം പര്യദേവയത്. ആ പെൺപക്ഷി വലയിൽ പെട്ടു, ആൺപക്ഷി പുറത്തു നിൽക്കണു. അപ്പോൾ ഭാര്യ ഉള്ളിലാ, താൻ പുറത്താ. എന്താ ചെയ്യുക? ഭർത്താക്കന്മാർ കരയുന്ന മാതിരി കരഞ്ഞു. നിരീക്ഷ ഭൃശദുഃഖിത സ്നേഹാൻ അകൽപകൃപണ. നല്ല സ്നേഹം ഉണ്ടായിട്ട് എന്താ കാര്യം? ലുബ്ധകൻ, അങ്ങനെ ഒരാൾ, പക്ഷി പിടിക്കുന്ന ആളെ ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷികൾക്ക് ഇരയെടുത്ത് ജീവിക്കാനേ പറ്റുള്ളൂ. അതിനെ പിടിക്കാനുള്ള ആളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെൺപക്ഷി അയാൾ വന്ന് പിടിച്ചു. ആ പെൺപക്ഷി വലയിൽപ്പെട്ടുല്ലോ എന്ന് പറഞ്ഞ് ഭർത്താപ്പക്ഷി എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാരാ പറയണത്? ഹിരണ്യകശിപു. നമ്മളോട് പറയണത് ആരാ? വ്യാസമഹർഷി. അഹോ അകരുണോ ദേവ സ്ത്രീയാ അകരുണയാ വിഭു കൃപണം മാനുശോചന്ത്യ ദീനയാ കിം കരിഷ്യതി. അഹോ അകരുണോ ദേവ. ആദ്യത്തെ ചാർജ് ഭഗവാന്റെ പേരില്ല. ഈ ദേവനുണ്ടല്ലോ, ദൈവം കാരുണ്യമില്ലാത്തവനാ. ഞങ്ങൾ രണ്ടാളോടും കല്യാണം കഴിക്കാൻ പറഞ്ഞ് സുഖമായി ജീവിക്കാൻ പറഞ്ഞ് കഴിച്ചു പോകുന്നു. ദാ വന്നിരിക്കണു പെട്ടെന്ന് ഒരു വേടൻ പെൺപക്ഷിയാ പിടിച്ചു. ഇതാണോ ഭഗവാൻ ചെയ്യേണ്ടത്? എന്നാൽ പിന്നെ ഞങ്ങളെ എന്തിനു ജനിപ്പിച്ചു? എന്തിനു വളർത്തി? എന്തിനു കല്യാണം കഴിപ്പിച്ചു? കരയാൻ തുടങ്ങി. അഹോ അകരുണോ ദേവ. ദേവൻ അകരുണനാണ്. സ്ത്രീയാ അകരുണയാ വിഭു കൃപണം മാനുശോചന്ത്യ ദീനയാ കിം കരിഷ്യതി. ദാ വലയിൽ കിടന്നു കരയണു എൻ്റെ കെട്ടിയോള്. ആ സ്ത്രീയെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാ ഇനി ജീവിക്കുക? എനിക്ക് എങ്ങനെയാ മനസ്സമാധാനം? കാമം നയതുമാം ദേവ കിമർദ്ധേനാത്മനോ ഹിമേ ദീനേന ജീവതാ ദുഃഖം അനേന വിധുരായുഷ. ഭാര്യയില്ലാത്തൊരു ഭർത്തൃജീവിതം, ഒരു പുരുഷ ജീവിതം ചിന്തിക്കാൻ തന്നെ പറ്റില്ലല്ലോ. കാമം നയതുമാം ദേവ. ആ ദേവൻ വന്ന് എന്നെയും കൊണ്ടുപോകോട്ടെ, അതാ നല്ലത്. കഥം തു അജാതപക്ഷാംസ്താൻ മാതൃഹീനാൻ ബിഭർമ്യഹം മന്ദഭാഗ്യാ പ്രതീക്ഷന്തേ നീടേ മേ മാതരം പ്രജാ. നോക്കൂ, ഭാര്യ പോയിക്കഴിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഈ ഉള്ളവൻ എങ്ങനെയാ വളർത്തുക? വളർത്താൻ പറ്റില്ലല്ലോ. ഞാൻ എങ്ങനെ വളർത്തും അവളില്ലാതെ? ആ കുട്ടികളിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞു വരും. അമ്മ എവിടെയാന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചോദിക്കും. ഞാൻ എന്തു ചെയ്യും? എന്തു വേണം? മന്ദഭാഗ്യ പ്രതീക്ഷന്തേ നീടേ മേ മാതരം പ്രജാ. ആ കുട്ടികളെ അമ്മയെ എന്നും കാത്തുകൊണ്ടിരിക്കില്ലേ അവിടെ? ഏവം കുലിംഗം വിപലന്തമാരാത് പ്രിയാ വിയോഗാതുരമശ്രുകണ്ഠം സയേവതം ശാകുനികശരേണ വിവ്യാധ കാലപ്രഹിതോ വിലീന. ഇങ്ങനെ വലയിലകപ്പെട്ട ഭാര്യയെ പറ്റി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭർത്താവിൻ്റെ നേരെ മൂർച്ചയുള്ള ഒരു ശരം തൊടുത്തുവിട്ട് വേടൻ അതിനെ വീഴ്ത്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഈ ശ്രീമദ് ഭാഗവതം എഴുതിയത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതം അതിനെ ചിത്രീകരിക്കുകയാണ്. ഏവം യൂയമപശ്യന്ത്യ ആത്മാപായം അബുദ്ധയ നൈനം പ്രാപ്സ്യത ശോചന്ത്യ പതിം വർഷശതൈരപി. ഔ ഔ ഔ. ഏവം യൂയമപശ്യന്ത്യ ആത്മാപായം അബുദ്ധയ. ആത്മാപായം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വയ്യാതെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൈനം പ്രാപ്സ്യത ശോചന്ത്യ പതിം വർഷശതൈരവി. മരിച്ചു വീണ് കിടക്കുന്ന പതിയെ അവിടുന്ന് അദ്ദേഹം എണീറ്റ് നിങ്ങളുടെ കൂടെ വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് 100 വർഷം നിങ്ങളിവിടെ ഇരുന്ന് കരഞ്ഞാലും ആ വീണ ശരീരം എണീക്കാൻ പോണില്ല. കേട്ടു നിങ്ങൾ? ഹിരണ്യകശിപു പറയാണ്, ബാലേവം പ്രവദതി സർവേ വിസ്മിതചേതസ ജ്ഞാതയോ മേനിരേ സർവം അനിത്യം അയഥോത്ഥിതം. ഇതാണ് അതിൻ്റെ ഫലം. ഈ കഥകളോ ഈ ചരിത്രങ്ങളോ വായിച്ച് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് എന്താണെന്നാണ് പറയുന്നത്. ബാലയേവം പ്രവദതി, ആ കുട്ടി വന്നിങ്ങനെ സംസാരിക്കുന്നത് കേട്ട് സർവേ വിസ്മിതചേതസഃ, എല്ലാവരുടെ മനസ്സിലും വിസ്മയം തോന്നി. അയ്യോ, നമ്മൾ ചെയ്യണത് എത്ര അബദ്ധ, എത്ര ബുദ്ധിശൂന്യതയാ. ആ കുട്ടി പറയണത് നോക്കൂ. ഈ ആൾ എണീക്കാൻ പോകുന്നുണ്ടോ ഇവിടുന്ന്? നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാതെയാവും, കരച്ചിൽ നിൽക്കും. നമ്മൾ ഇവിടുന്ന് പോവാതിരുന്നാൽ എന്തുണ്ടാവും? പട്ടിണി കിടന്ന് ചാവും. എന്നാലോചിച്ച് സർവേ വിസ്മിതചേതസഃ ജ്ഞാതയോ മേനിരേ സർവം അനിത്യം അയഥോത്ഥിതം. ഈ കാണുന്നത് അത്രയും, അത് കുടുംബമായാലും കുടുംബാംഗങ്ങളായാലും ഭർത്താവായാലും ഭാര്യയായാലും എന്തു തന്നെ ആയാലും എല്ലാം തന്നെ അനിത്യം. അനിത്യം ഒന്ന് പറയൂ. എന്താ എല്ലാവരും പറയാത്ത? പോരാ, എല്ലാം ശാശ്വതമല്ല, ചഞ്ചലമാണ്, നശ്വരമാണ്. നശ്വരമാണ്. അയഥോത്ഥിതം പറയൂ. അയഥോത്ഥിതം. അയഥോത്ഥിതം. ശരിയായിട്ട് വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഒന്നും. ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവനും ഉറങ്ങുന്നവൻ തൻ്റെ ഉള്ളിൽ നിന്ന് സ്വപ്നം കാണുകയാണ്. ആ ഉറങ്ങുമ്പോഴാണല്ലോ സ്വപ്നം വരണത്. ഉറങ്ങുന്നവൻ്റെ ഉള്ളിലല്ലേ ഈ സ്വപ്നം. അവിടെ ഉള്ളിൽ ഉറങ്ങുന്ന സമയത്ത് ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ഒന്നുമില്ലാണ്ടാണ് കിടന്നുറങ്ങണത്. അവിടുന്നാണ് വന്നിരിക്കുന്നത് ഈ സ്വപ്നം. ആ സ്വപ്നത്തിലുണ്ട് ഇതുപോലെ ഒരു പ്രപഞ്ചം. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വന്നതുകൊണ്ട് അത് മിഥ്യയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേ ഉറക്കത്തിൽ നിന്നല്ലേ നമ്മൾ ഉണരണത്. എന്താ മിണ്ടാത്തെ? അതേ ഉറക്കത്തിൽ നിന്നല്ലേ നിങ്ങൾ ഉണരണത്. എല്ലാവരും പറയും. ആ, അപ്പം ഈ സ്വപ്നം വിട്ടൊരു നില അതിനുണ്ടാവുമോ? ആ, കണ്ണു തുറച്ചു. സ്വപ്നം വിട്ടിട്ടൊരു നില ഇതിനുണ്ടാവുമോന്ന്? എന്താ? രണ്ടും ഉറക്കത്തിൽ നിന്ന് വരുന്നതാണ്. ആ സ്വപ്നം എങ്ങനെ മിഥ്യയോ അതുപോലെ ഇതും മിഥ്യയാണ്. അയഥോത്ഥിതം, അനിത്യം അയഥോത്ഥിതം. യമ ഏതദുപാഖ്യായ തത്രൈവാന്തരധീയത ജ്ഞാതയോ ഹി സുയജ്ഞസ്യ ചക്രുർയത് സാംപരായികം. ഇത്രയും പറഞ്ഞ് ധരിപ്പിച്ച് യമധർമ്മരാജാവ്, ഒരു കുട്ടിയായി വന്ന യമധർമ്മരാജാവ്, തത്രൈവ അന്തരധീയത, അവിടെ തന്നെ മറഞ്ഞു. എന്തെങ്കിലും ഒരു സാധനം അഭൗമമായിട്ടുണ്ടാവുകയാണെങ്കിൽ ആവശ്യത്തിനുണ്ടായി അവിടെ തന്നെ മറഞ്ഞു പോകുന്നത്. ആരെങ്കിലും ഒരു സാധനം, ഒരു മോതിരം നിങ്ങൾക്ക് തന്നു, ആ മോതിരം പോവാതെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയരുത്. പോവാതെ ഇരിക്കുന്നത് കൊണ്ട് അത് മാജിക്കായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ഉള്ള വസ്തുവാണ്. ദൈവം എങ്ങാനും പ്രകടമായി എന്നുണ്ടെങ്കിൽ പ്രകടമാകും. ആവശ്യം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇല്ലാതെയാവും. ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ജ്ഞാതയോ ഹി സുയജ്ഞസ്യ ചക്രൂര്യ സാംപരായികം. ബന്ധുക്കളെല്ലാം വന്ന് ആ സുയജ്ഞൻ്റെ ശരീരമെടുത്ത് ശേഷക്രിയകളൊക്കെ ചെയ്തു. തതശോചതമായൂയം പരം ചാത്മാനമേവ വാ ക ആത്മാ കഃ പരോ വാത്ര സ്വീയ പാരക്യേവ വാ. അതുകൊണ്ട് നിങ്ങളും എന്തു വേണം? ഹിരണ്യകശിപു പറയുകയാണ്, തതശോചതമായൂയം പരം ച ആത്മാനമേവ വാ. മറ്റൊരാളെക്കുറിച്ചോ അവനവനെക്കുറിച്ചോ നിങ്ങൾ ദുഃഖിക്കരുത്. ആരാണ് ആത്മാ? ആരാണ് താൻ? ആരാണ് മറ്റേവൻ? എന്താണ് എൻ്റെ? എന്താണ് ഇനിയൊരാളുടെ?
എല്ലാം കൂടി ഒരൊറ്റ ആളേ ഉള്ളൂ, ജഗദീശ്വരൻ. അദ്ദേഹത്തിൻ്റെ മായാവിലാസമാണ്, വാസ്തവവിലാസമല്ല, മായാവിലാസമാണ് ഈ കാണുന്നതെല്ലാം. സ്വപരാഭിനിവേശേന വിനാജ്ഞാനേന ദേഹിനാം. ഇവിടെ നമുക്ക് എൻ്റേതല്ല, നിൻ്റെ, അവൻ്റെ എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഇതൊരു തരത്തിലുള്ള അഭിനിവേശമാണ്. ഈ നിവേശം അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഹിരണ്യകശിപു അവസാനിപ്പിച്ചു. നാരദൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, ഇതി ദൈത്യപതേർവാക്യം തിഥിരാകർണ്യ സസ്നുഷ പുത്രശോകം ക്ഷണാത്യക്വ തത്വേ ചിത്തമധാരയത്. ഈ പറഞ്ഞതൊക്കെ കേട്ട് നാരദ മഹർഷി പറയുന്നു, ദിതിരാകർണ്യ സസ്നുഷ, അമ്മ പുത്രവധുവിനോടൊപ്പം ഹിരണ്യകശിപു പറഞ്ഞതൊക്കെ കേട്ട് നല്ല പോലെ ഉൾക്കൊണ്ട് പുത്രശോകം ക്ഷണാത്യക്വ, പുത്രശോകം, പുത്രൻ മരിച്ചുപോയ ശോകം, ദുഃഖമുണ്ടല്ലോ, അത് ക്ഷണം കൊണ്ട് വെടിഞ്ഞ് തത്വേ ചിത്തമധാരയത്, തത്വേ ചിത്തമധാരയത്, ആ പറഞ്ഞു കൊടുത്തതും കേട്ടതുമായ തത്വത്തിൽ മനസ്സിനെ നല്ല പോലെ പതിപ്പിച്ചു. ഇതാണ് ശ്രീമദ് ഭാഗവതം. പറയുന്നത് പൂർവചരിതമാണ്, കേൾക്കുന്നത് ആധുനികമാണ്. പറയുന്നത് എന്തോ ആകട്ടെ, പറയുന്നത് ഇപ്പോഴാണല്ലോ, അത് കേൾക്കുന്നതും ഇപ്പോഴാണ്. ആ ചരിതം അങ്ങോട്ട് കേട്ടപ്പോൾ അവരുടെ ബുദ്ധി തെളിഞ്ഞു, ആലോചിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലായി. ഈ ശരീരം എൻ്റെയാണ്, ഞാനല്ല എന്ന് വ്യക്തമായി. സമാധാനമായി. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാവണം. ഓരോ ദിവസവും നിങ്ങളുടെ ബുദ്ധി കൂടുതൽ കൂടുതൽ വികസിക്കണം. നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്, ഉൾ സാന്നിധ്യം, അതിൻ്റെ സ്വാദും രുചിയും അനുഭവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ നിർത്തട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ഹരി 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 ഓം തത്സ. കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി, കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഹരി ഹരി. നമുക്കൊരു സമാപന ഓംകാരം മുമ്പിലത്തെ പോലെ മുദ്രയെടുത്ത് ജപിച്ച് പിരിയാം. ഇതാ, ഓ